യെശയ്യാ പ്രവചനം 66 അതിന്റെ 62 അതിന്റെ 11-ാമത്തെ വാക്യം. യെശയ്യാ പ്രവചനം 62:11. രക്ഷിക്കപ്പെട്ട ദൈവമക്കളോടും സ്വർഗീയ സിയോനോടും കൂടി സിയോനിൽ രാജാവായി ഇന്ന് വാഴുന്നത് മൽക്കിസദേക്കിന്റെ പൗരത്വ അവകാശത്തിൽ മഹാപുരോഹിതനായി ഇന്ന് സ്വർഗീയ സന്നിധിയിൽ വാഴുന്ന ഞാൻ എൻ്റെ രാജാവിന് സിയോനിൽ വാഴിക്കുമെന്ന് പറഞ്ഞെങ്കിൽ സിയോൻ പുത്രിക്ക് വേണ്ടി ദൈവസഭയ്ക്ക് വേണ്ടി കൂലിയും പ്രതിഫലവുമായി നാഥൻ വരുന്നു. യെശയ്യാ പ്രവചനം 62:11-ാമത്തെ വാക്യം വായിച്ചാട്ടെ. ഇതാ നിന്റെ രക്ഷ വരുന്നു. ഇതാ നിന്റെ രക്ഷ വരുന്നു. ദൈവസഭയോടുള്ള ബന്ധത്തിൽ അടുത്തത്, കൂലി അവന്റെ പക്കലും നിനക്കൊരു പ്രതിഫലം തരുവാൻ അവൻ വരുന്നു. കൂലി അവന്റെ പക്കലും. അടുത്തത്, പ്രതിഫലം അവന്റെ കയ്യിലുമുണ്ട്. പ്രതിഫലം എന്റെ നാഥന്റെ കയ്യിലുണ്ട്. അതാ പത്മോസിൽ യോഹന്നാൻ കണ്ട, ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തരും അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം പ്രതിഫലം കൊടുപ്പാൻ. അടുത്ത വാക്യവും കൂടെ, എന്ന് സിയോൻ പുത്രിയോട് പറവിൻ എന്നിങ്ങനെ യഹോവ ഭൂമിയുടെ അറുതിയോളം ഘോഷിച്ചിരിക്കുന്നു. കണ്ടോ, രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ സിയോൻ പുത്രിയോട് പറയുവീൻ, ഭൂമിയുടെ അറുതികളോളം ഇതാ രക്ഷ വരുന്നു, സിയോൻ പുത്രിയെ കൂലിയും പ്രതിഫലവും തരുവാൻ നാഥൻ വരുന്നു. തുടങ്ങാം. എപ്പോൾ എൻ്റെ യേശു വരും? ഒന്നാമത്തെ ചാർട്ട് അഥവാ ഒന്നാമത്തെ പാരഗ്രാഫായി യേശു എപ്പോൾ മടങ്ങി വരും? ഇന്ന് പലരും പറയുന്നു 2028 വരും, 2032 വരും, 2024 വരും, കോവിഡ് തീരുന്നതിന് മുമ്പ് വരും. ചിലർ പറഞ്ഞു ഈ ഡിസംബറിൽ വരും. ഇവിടെ ഒന്നും ബൈബിളിൽ പറഞ്ഞിട്ടില്ല. യേശു എപ്പോൾ വരുമെന്ന് തിരുവെഴുത്തിനകത്ത് ഒരിടത്തും കാര്യം പറഞ്ഞിട്ടില്ല. 4 കാര്യങ്ങൾ തിരുവെഴുത്തിനകത്ത് നിവർത്തിയാകുമ്പോൾ യേശുനാഥൻ മധ്യാകാശത്തിൽ മടങ്ങി വരും. ബൈബിൾ സ്റ്റഡി പോലെ പോകാം, എന്നെങ്കിലേ വാക്യം ക്ലിയർ ആയിട്ട് മനസ്സിലാകത്തുള്ളൂ. നമ്പർ 1, യേശു എപ്പോൾ മടങ്ങി വരും? തിരുവെടുത്ത് മത്തായി 24:35-36. യേശു എപ്പോൾ മടങ്ങി വരും? വായിച്ചാട്ടെ. ആ നാളും വായിക്കാം. ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും. ഈ ആകാശവും ഭൂമിയൊക്കെ ഒഴിഞ്ഞു പോകും മക്കളെ. അടുത്തത്, എന്റെ വചനങ്ങളോ ഒഴിഞ്ഞു പോകുകയില്ല. ആ നാളും നാഴികയും സംബന്ധിച്ചോ എന്റെ പിതാവ് മാത്രമല്ലാതെ ആരും സ്വർഗത്തിലെ ദൂതന്മാരും പുത്രനും കൂടെ അറിയുന്നില്ല. അപ്പൊ യേശു എപ്പോൾ വരും? പിതാവ് അനുവദിക്കുമ്പോൾ എന്റെ യേശു വരും. യേശുവിന്റെ കൂടെ വരുന്ന ദൂതന്മാർക്കും അറിയത്തില്ല, യേശുവിനും അറിയത്തില്ല ഞാൻ ഇത്രാം തീയതി ഇത്ര സമയം വരുമെന്ന്. അപ്പോൾ പിതാവ് അനുവദിക്കുമ്പോൾ യേശു മടങ്ങി വരും. അത് കണ്ടിട്ട് ചുമ്മാതെ പോസ്റ്റ് ഇട്ട് 2028 ലോകാവസാനം, 2030 യേശു വരും, 31 ആന്റി ക്രൈസ്റ്റ് വരും. ഇതൊന്നും ബൈബിളിൽ പറഞ്ഞിട്ടില്ല. മുണ്ടക്കയത്തുള്ള പ്രവാചകൻ പറയുക, യേശു 2022 വരുമോ എന്ന് പറഞ്ഞാൽ ക്ലിയർ ആകുമോ? 2023 പറഞ്ഞാൽ ക്ലിയർ ആകുമോ? ഇല്ല. യേശു വരുന്നത് പിതാവ് അനുവദിക്കുമ്പോൾ. ആ നാളും നാഴികയെ സംബന്ധിച്ച് വരുവാനുള്ള പുത്രനോ സ്വർഗത്തിലെ ദൂതന്മാർക്കും അറിയത്തില്ല, പോസ്റ്റ് ഇടുന്ന പ്രവാചകന്മാർക്കും അറിയത്തില്ല, പ്രസംഗിക്കുന്ന എന്നെ പോലുള്ളവർക്കും അറിയത്തില്ല. അർത്ഥം ഇത് മാത്രമേ. എന്താ കാര്യം? 2, നിത്യതയിൽ നിന്ന് കരേറി തന്റെ മക്കളെ ചേർക്കുവാൻ പിതാവ് അനുവദിക്കുമ്പോൾ യേശു മടങ്ങി വരും. നമ്പർ 1. 4 കാര്യം പറയുമ്പോൾ ഈ മെസ്സേജ് അവസാനിപ്പിക്കും. ഒന്നാമത്തെ കാര്യം പിതാവ് അനുവദിക്കുമ്പോൾ. 2, അനന്ത നിത്യതയിൽ കവാടമൊരുങ്ങും വീട്. മധ്യാകാശത്തിൽ അനേക കമ്പാർട്ട്മെന്റുകളുണ്ട് പിതാവിന്റെ സന്നിധിയിൽ. അങ്ങനെയെങ്കിൽ മീക്കായേലിനുണ്ട്, ഗബ്രിയേലിനുണ്ട്, മാലാകമാർക്കുണ്ട്, കെരൂബുകൾക്കുണ്ട്. തന്റെ പരിശുദ്ധ നിണത്താൽ വീണ്ടെടുക്കപ്പെട്ട സഭയ്ക്ക് വേണ്ടി ഒരു കമ്പാർട്ട്മെന്റ് മധ്യാകാശത്തിൽ അവൻ ഒരുക്കും. അതിനെപ്പറ്റി ബൈബിളിനകത്തുണ്ടോ? മധ്യാകാശത്തിൽ നമുക്ക് വേണ്ടി ഒരു കമ്പാർട്ട്മെന്റ് ഉണ്ട്. നമ്മുടെ യേശു സിയോനിൽ രാജാവായി അവൻ മധ്യാകാശത്തിൽ മൽക്കീസദേക്കിന്റെ പൗരത്വത്തിൽ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്കൊരു പ്രോമിസോടുകൂടി ഒരു കമ്പാർട്ട്മെന്റ് ഒരുക്കിയിരിക്കും. സങ്കീർത്തനം യോഹന്നാന്റെ സുവിശേഷം 13 മുതൽ 19 വരെ യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണത്തോടുള്ള ബന്ധത്തിൽ ശ്ലീഹന്മാരോട് അരുളപ്പാട് കൊടുക്കുന്ന ഒരു നല്ല കാഴ്ചയെ കാണുന്ന തന്റെ ക്രൂശീകരണത്തിന് മുമ്പിൽ 13 മുതൽ 19 വരെ രണ്ടാമത്തെ വചനത്തിന്റെ തെളിവായി അനന്ത നിത്യതയിൽ നമുക്ക് പാർപ്പിടമൊരുക്കി യേശു മടങ്ങി വരും. വായിക്കാം ജോസഫേ, ഇത് എന്താ രണ്ടാമത്തെ സംഭവം? യോഹന്നാൻ 14, 1, 2, 3 വാക്യങ്ങൾ. യോഹന്നാൻ 14, 1, 2, 3 വാക്യങ്ങൾ. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പീൻ. ദൈവത്തിൽ വിശ്വസിപ്പീൻ. എന്നിലും വിശ്വസിപ്പീൻ. എന്നിലും വിശ്വസിപ്പീൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. എന്റെ പിതാവിന്റെ സ്വർഗീയ പരദീസയിൽ മധ്യാകാശത്തിൽ മേഘത്തട്ടുകളിനകത്ത്
ഗബ്രിയേലിന്റെ ഉണ്ട്, മീക്കായേലിന്റെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് കെരൂബുകളുടെ ഉണ്ട്. ഇങ്ങനെ ഈ ഈ കാലഘട്ടത്തിനകത്ത് യേശു പോയത് പരിശുദ്ധ നിണത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ ചേർക്കുവാന് യേശു പോയത്. അങ്ങനെയെങ്കിൽ ദൈവസഭയ്ക്ക് ശ്ലീഹന്മാർക്ക് ഒരു പ്രത്യാശ കൊടുക്കുന്നു. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എന്റെ പിതാവിന്റെ സന്നിധിയിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. അടുത്ത വാക്യം, ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ഇതൊരു പ്രോമിസും അതുപോലെ ഒരു സംഭവമാണ്. ഇതൊരു സയൻസാ. ആകാശഗംഗ മിൽക്കി വേ ഗാലക്സിയിൽ 9 ഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ, വ്യാഴം, ശനി, യുറനാസ്, നെപ്റ്റ്യൂൺ, പ്ലൂട്ടോ. 2009 പ്ലൂട്ടോയെ കാണാനില്ല. നാസ ഇപ്പൊ പ്ലൂട്ടോയ്ക്ക് വേണ്ടി പൈസ മുടക്കിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെയെങ്കിൽ പ്ലൂട്ടോയെ കാണാനില്ല. മധ്യാകാശത്തിൽ വീടൊരുങ്ങി 6000 കോടി കമ്പാർട്ട്മെന്റുകൾ ആകാശഗംഗ ഗാലക്സിയിൽ മധ്യാകാശത്തിൽ പ്ലൂട്ടോയെ വെട്ടി 6000 കോടി വീടൊരുങ്ങി. ഇതാ ഞാൻ വേഗം വരുന്നു. ഓരോരുത്തനും അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം പ്രതിഫലം കൊടുപ്പാൻ എന്റെ കൈവശമുണ്ട്. ശ്രദ്ധയോടെ ദൈവമക്കൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. 1, യേശു മടങ്ങി വരുന്നത് പിതാവ് അനുവദിക്കുമ്പോൾ. 2, മധ്യാകാശത്തിലെ വീട് പണി പൂർത്തിയാകുമ്പോൾ എന്റെ യേശു മടങ്ങി വരും. ഇതാ പ്രവചനത്തിന് 3 ദിശകളാ. ഇപ്പോഴേ യാക്കോബേ, നിന്നെ നിർമ്മിച്ചവനും ഇസ്രായേലിന്റെ ദൈവം അവൻ അരുളി ചെയ്യുന്നു, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. നീ ഭ്രമിച്ചു നോക്കണ്ട, ഞാൻ നിന്നെ വിളിച്ചു വേർതിരിച്ച ദൈവം. ആ പ്രവചനം 3 ദിശയെ ചിന്തിക്കാം. 1, യാക്കോബ് ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി പ്രവചനം രേഖപ്പെടുത്താം. ഇപ്പോഴോ യാക്കോബേ, നീ ഭയപ്പെടണ്ട, നിന്നെ വിളിച്ചവൻ നിന്റെ കൂടെ. അതർത്ഥം ഭ്രമിച്ചു നോക്കണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. അത് യാക്കോബിന്റെ സന്തതികൾക്ക് കൊടുക്കാം. 2, യേശുക്രിസ്തുവിന്റെ ഗതസമനയിൽ ഒരുപക്ഷെ ഈ പ്രവചനം ആത്മീയമായി, നീ ഭയപ്പെടണ്ട, ഭ്രമിച്ചു നോക്കണ്ട, ഞാൻ നിന്നെ വിളിച്ചു വേർതിരിച്ച ദൈവം. പുതിയ നിയമസഭയിൽ പലപ്പോഴും ഈ വാക്ക് നമ്മൾ പല പ്രസംഗത്തിലും പറയാറുണ്ട്. 3ാമത്തെ ദിശയിൽ കൂടി നാം സഞ്ചരിക്കും. എന്താ പറയുന്നത്? നാം പറയാറുണ്ട്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കണ്ട, ഞാൻ നിന്നെ വിളിച്ചു വേർതിരിച്ച ദൈവം. 4 സംഭവങ്ങളിൽ ലഘുവായി 2 സംഭവം തൊട്ടുവെച്ചു. 1, പിതാവ് അനുവദിക്കാതെ യേശു മടങ്ങി വരത്തില്ല. 2, അനന്തനിത്യതയിൽ വീടൊരുക്കിയതിന് ശേഷം യേശു മടങ്ങി വരും. 3, പ്രമുഖ കാര്യം, രാജ്യത്തിന്റെ സുവിശേഷം ഭൂതലത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും. അല്ലാതെ ഇസ്രായേൽ പറഞ്ഞാലും അമേരിക്ക പറഞ്ഞാലും കൊച്ചിക്കാര് പറഞ്ഞാലും കൊറിയക്കാരൻ പറഞ്ഞാലും വരത്തില്ല. യെശയ്യാ പ്രവചനം രേഖപ്പെടുത്തിയിട്ടുണ്ട്. യേശു ജനിക്കുന്നതിന് മുമ്പ് 700-ൽ പരം കൊല്ലങ്ങൾക്ക് മുമ്പ് ഭക്തനായ യെശയ്യാവ് രേഖപ്പെടുത്തി എപ്പോൾ മശിഹ മടങ്ങി വരും. വായിക്കാൻ ജോസഫ് കുട്ടി, യെശയ്യാ പ്രവചനം 66 അതിന്റെ 19-ാമത്തെ വാക്യം, പരിശുദ്ധാത്മാവിനാൽ ലോകാരംഭം തുടങ്ങി ആദം മുതൽ ഇങ്ങോട്ട് പ്രവചനത്തിന്റെ നിവർത്തി വരുമ്പോൾ ശ്ലീഹന്മാർ പെന്തക്കോസ് പെരുന്നാളിൽ തുടങ്ങി വെച്ച കൃപായുഗത്തിന്റെ അവസാനം വരെ നിലനിൽക്കുന്ന പരിശുദ്ധാത്മാവിന്റെ പ്രവചനമാ യെശയ്യാ പ്രവചനം 66 19-ാമത്തെ വാക്യം. യെശയ്യാ 66:19 വായിച്ചാട്ടെ. ഞാൻ അവരുടെ ഇടയിൽ ഒരു അടയാളം പ്രവർത്തിക്കും. സുവിശേഷം. അടുത്തത്, അവരിൽ രക്ഷിക്കപ്പെട്ട ചിലരെ. രക്ഷിക്കപ്പെട്ട ചിലരെ. അന്ന് രക്ഷയെ പറ്റിയൊന്നുമില്ല. പഴയ നിയമ യെശയ്യാ പ്രവചനം അവർ രക്ഷിക്കപ്പെട്ട ചിലരെ ഞാൻ തർശീശ് ബ്രിട്ടനിൽ നിന്ന് മിഷണറിമാരായിട്ട് ജനത്തെ അയക്കുമെന്ന്. പണ്ടത്തെ കാലത്ത് CSIയിൽ LMSൽ മിഷണറിമാർ വന്ന കഥയായി കിടക്കുന്ന ബൈബിളിനകത്ത് അവരെ തർശീശിൽ നിന്നും. അടുത്തത്, ഇല്ലാളികളായ പൂൽ, ലൂത്ത് എന്നിവരും തൂബാൽ, യാവാൻ എന്നിവരുമായ ജാതികളുടെ അടുക്കലേക്കും എന്റെ കീർത്തി കേൾക്കുകയും രക്ഷയുടെ സന്ദേശം പ്രസംഗിപ്പാൻ ഒരു കൂട്ടത്തെ ദൈവം എഴുന്നേൽപ്പിക്കും. ഈ ബൈബിള് രാജ്യത്തിന്റെ സുവിശേഷം ഭൂതലത്തിൽ ഒക്കെയും പ്രസംഗിക്കപ്പെടും. രാജ്യത്തിന്റെ സുവിശേഷം ഭൂതലത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും. അതായ യെശയ്യാ പ്രവചനം. 1, പിതാവ് അനുവദിച്ചല്ലാതെ യേശു മടങ്ങി വരത്തില്ല. 2, അനന്തനിത്യതയിൽ വീടിന്റെ പണി പൂർത്തിയാകുമ്പോൾ യേശു മടങ്ങി വരും. 3, രാജ്യത്തിന്റെ സുവിശേഷം. രാജ്യത്തിന്റെ സുവിശേഷം എവിടെ തുടങ്ങി? അതാ കൃപായുഗം.
ബൈബിളിനകത്തുണ്ടോ അങ്ങനെ ഒരു യുഗം ആരംഭിക്കുന്നു? അപ്പോസ്തല പ്രവർത്തികൾ 2-ാം അധ്യായം 1, 2, 3, 4, 5, 6 വാക്യങ്ങൾ. അപ്പോസ്തല പ്രവർത്തി 1, 2-ാം അധ്യായം 1, 2, 3, 4, 5, 6 വാക്യങ്ങൾ. വന്നപ്പോൾ പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ, ഇതിന്റെ പേരാ കൃപായുഗം. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. 120 പേർ. യേശു പറഞ്ഞു, വാഗ്ദത്തത്തിന്റെ ശക്തി പ്രാപിച്ചിട്ട് വേണം നിങ്ങൾ കടന്നു പോകുക. 100 ഒരുമിച്ച് കൂടിയിരുന്നു. അടുത്തത്, പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്തു നിന്ന് ഒരു മുഴക്കമുണ്ടായി. ആകാശത്ത് നിന്നൊരു മുഴക്കമുണ്ടായി. അവർ അടുത്തത്, ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു. അന്ന് ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. അന്ന് സെഖസ്കേലിന്റെ സെക്കരിയ പുരോഹിതന്റെ വായി യെരൂശലേം ദൈവാലയത്തിനകത്ത് വെച്ച് സ്വർഗം അടച്ചതാ. പിന്നെ ആ വാ തുറന്നിട്ടില്ല. പിന്നെ തുറന്നത് ഈ പെന്തിക്കോസ് പെരുന്നാളില്ല. അതാ പറഞ്ഞത് പിളർന്ന നാവ് പോലെ. അടുത്തത്, ബൈബിൾ എത്ര ക്ലിയർ ആ വചനം. അടുത്ത വാക്ക് വായിച്ചിട്ട് മക്കളെ. അവരിൽ ഓരോരുത്തന്റെ മേൽ പതിഞ്ഞു. ഓരോരുത്തന്റെ മേൽ പരിശുദ്ധാത്മാഭിഷേകം. അടുത്തത്, എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി. അപ്പൊ സഭ ആരംഭിച്ചത് എവിടാ? ചെന്നൈയിലാന്നോ? തിരുവനന്തപുരം CSI ആന്നോ? കുമ്പനാട്ടാന്നോ? പുനലൂരാന്നോ? തിരുവല്ലയാന്നോ? അവിടെ ഒന്നുമല്ല സഭ ആരംഭിച്ചത്. കന്യാകുമാരിയിലുമല്ല. പെന്തക്കോസ് പെരുന്നാളിൽ മർക്കോസിന്റെ മാളിക മുറിയിൽ 120 പേരാൽ ആരംഭിക്കപ്പെട്ടത് ദൈവസഭ പരിശുദ്ധാത്മാവിനാൽ ആരംഭിക്കപ്പെട്ടു. സ്വോത്രകാഴ്ച പാത്രമില്ല, ദൈവദാസന്മാരെ ഒതുക്കുന്നവരില്ല, യൂട്യൂബിൽ പോസ്റ്റ് ഇടുന്നവരില്ല, ഫേസ്ബുക്കിൽ ആക്ഷേപിക്കുന്നവരൊന്നുമില്ല. പരിശുദ്ധാത്മാവിന്റെ നിഴൽ പതിഞ്ഞു ദൈവസഭ ആരംഭിക്കപ്പെട്ടു. അത് അടുത്ത പ്രവചനം. അടുത്തത് ക്ലിയർ. എപ്പ കർത്താവ് വരുമെന്നുള്ളതാ. അടുത്തത് വായിച്ചാട്ടെ. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി. ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. അപ്പൊ അന്യഭാഷ ഉണ്ടോ? ഇത് പെന്തിക്കോസുകാരെയാന്നോ? CSIക്കാരെയാന്നോ? അല്ല, ദൈവസഭയുടെ ഭാഷയാ. പരിശുദ്ധാത്മാവിനാൽ ആരാധിക്കുന്നത് അന്യഭാഷയിൽ അവർ സംസാരിച്ചു തുടങ്ങി. അപ്പൊ ഇന്ന് അന്യഭാഷ, കോഡ് ഭാഷ എന്ന് പറയും, കള്ളഭാഷ എന്ന് പറയും, ഇസ്രായേലുകാർ പറയുന്ന ആ ഭാഷ എന്ന് പറയും. ഇതല്ല, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ പതിയുമ്പോൾ ദൈവം തരുന്ന ഭാഷയാ അന്യഭാഷ. കേട്ടില്ലേ? അടുത്ത വാക്യം വായിച്ചാട്ടെ. അടുത്തത്, അപ്പോൾ അന്ന് ആകാശത്തിന് കീഴുള്ള സകല ജാതികളിൽ നിന്നും യെരുശലേമിൽ വന്ന് പാർക്കുന്ന യഹൂദന്മാരായ ഭക്തിയുള്ള പുരുഷന്മാർ ഉണ്ടായിരുന്നു. ഈ മുഴക്കമുണ്ടായപ്പോൾ അവർ എന്തോ ചെയ്ത് മർക്കോസിന്റെ മാളിക മുറിലേക്ക് ഓടി വന്നു. അടുത്ത വായിച്ചാട്ടെ. വേഗത്തിൽ വായിക്കാം. എല്ലാവരും ഭ്രമിച്ച് ആശ്ചര്യപ്പെട്ടു. ഈ സംസാരിക്കുന്നവരെല്ലാം ഗലീലക്കാരല്ലയോ? ഈ സംസാരിക്കുന്ന മുക്കുവന്മാരല്ലയോ? യേശുവിന്റെ അപ്പോസ്തലന്മാര് മുഴുവൻ യഹൂദന്മാരായിരുന്നു. അതിനകത്ത് ശിഷ്യന്മാര് എല്ലാം മീൻ പിടിക്കാൻ നടന്നവന്മാര്. യവന്മാർ എന്തുവാ ഈ സംസാരിക്കുന്നതെന്ന് അത് നോക്കുന്നു. അടുത്തത് വായിക്കാം. പിന്നെ നാം ഓരോരുത്തൻ ജനിച്ച നമ്മുടെ ഭാഷയിൽ, നമ്മുടെ സ്വന്തം ഭാഷയിൽ അവർ സംസാരിച്ച് കേൾക്കുന്നത് എങ്ങനെ? പിന്നെ എങ്ങനെയാ ഭാഷ മാറ്റി സംസാരിക്കുന്നത്? അടുത്ത വാക്യം. പർത്തരും മേദ്യരും ഏലാമ്യരും മെസൊപ്പൊത്താമ്യരും യഹൂദ്യരും കപ്പദോക്യയിലും പൊന്തോസിലും ആസിയയിലും ഫ്രുഗ്യയിലും പമ്പുല്യയിലും മിസ്രൈമിലും കുറേനിയയ്ക്ക് ചേർന്ന ലിബ്യ പ്രദേശങ്ങളിലും പാർക്കുന്നവരും എല്ലാവരും ഒരുമനപ്പെട്ട 120 പേർ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചപ്പോൾ ഒരു പ്രവചനം ഇവിടെ നിറവേറി. അതാ ദൈവസഭയുടെ പ്രവചനം. എവിടെയായി പ്രവചനം? അന്ത്യകാലത്തെ സകല ജഡത്തിന്മേൽ. യോവേൽ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തത്. യേശു ജനിക്കുന്നതിന് മുമ്പിട്ട് പഴയ നിയമത്തിന്റെ പ്രവചനങ്ങളിൽ BC 300 കാലഘട്ടത്തിൽ പഴയ നിയമത്തിലെ കൊച്ചു പ്രവാചകനായ യോവേൽ എഴുതിയ പ്രവചനമാ പെന്തിക്കോസ് പെരുന്നാളിൽ മർക്കോസിന്റെ മാളിക മുറിയിൽ നടന്നത്. ഇത് യോവേൽ പ്രവചനം. അപ്പ സംശയം, യോവേൽ എന്തോ പറഞ്ഞത്? യോവേലിന്റെ പ്രവചനം 2-ാം അധ്യായം 28, 29 വാക്യങ്ങൾ. ദൈവവചനം ശരിക്കും പഠിക്കണം. എപ്പ കർത്താവ് വരും? ഇതാ ഞാൻ വേഗം വരുന്നു. ഓരോരുത്തരും അവനവന്റെ പ്രവർത്തിക്ക് തക്കവണ്ണം പ്രതിഫലം കൊടുപ്പാൻ എന്റെ കയ്യിലുണ്ട്. യോവേൽ 2:28, 29 വായിച്ചാട്ടെ. അതിനുശേഷമോ ഞാൻ സകല ജഡത്തിന്റെ മേലും എന്റെ ആത്മാവിനെ പകരും. അതാ യോവേൽ എഴുതി അന്ത്യകാലത്ത് സകല ജഡത്തിന്മേലും എന്റെ ആത്മാവിനെ പകരും. അടുത്തത്, നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. അതാ അന്ത്യകാലത്തിന്റെ ലക്ഷണം. ഇത് 2009-ലും 2000-ലും തുടങ്ങിയതല്ല. യേശു മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് 40-ാം ദിവസം അവൻ പിതാവിന്റെ സന്നിധിയിലേക്ക് പോയി. മൽക്കിസദേക്കിന്റെ പൗരത്വത്തിൽ അവൻ മഹാപുരോഹിതര്. സിയോനിൽ ഞാൻ എന്റെ രാജാവിനെ വാഴിക്ക്. 24 മൂപ്പന്മാർ കിരീടം താഴെയിട്ട് രാജാക്കന്മാരുടെ രാജാവായി എന്റെ യേശുവിനെ, സങ്കീർത്തനം 2 പറയുന്നത് സിയോനിൽ ഞാൻ എന്റെ രാജാവിനെ വാഴിക്ക്. ആ ദിവസം കഴിഞ്ഞ് 10 ദിവസം കഴിഞ്ഞപ്പോൾ 120 പേർ സിയോൻ മാളിക മുറിയിൽ യോവേലിന്റെ പ്രവചന മുഖാന്തരം അരുളി ചെയ്തത് അന്ത്യകാലത്ത് സകല ജഡത്തിന്മേലും എന്റെ ആത്മാവിനെ പകരും. എന്റെ പുത്രിമാരും പുത്രന്മാരും പ്രവചിക്കും. വായിച്ചിട്ട് അടുത്ത വാക്യം. യുവാക്കൾ വായിക്കാം. നിങ്ങളുടെ വൃദ്ധന്മാർ
സ്വപ്നങ്ങളെ കാണും. വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും. നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങളെ ദർശിക്കും. ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും കൂടെ ആ നാളുകളിൽ ഞാൻ എന്റെ ആത്മാവിനെ പകരും. പരിശുദ്ധാത്മാവിന്റെ പകർച്ച ലോക രാജ്യങ്ങളിൽ മുഴുവൻ ഒരു ഉണർവ് വ്യാപരിക്ക്. അതാ സെഗിയോൻ മാളികമുറിയിൽ പെന്തക്കോസ് പെരുന്നാളിൽ അന്നേരമാണ് പത്രോസ് എഴുന്നേറ്റ് പ്രസംഗിച്ചത്. ഓരോരുത്തരും താന്റെ പാപത്തെ ഏറ്റുപറഞ്ഞ് പിതാവിന്റെയും പുത്രത്തിന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ മുങ്ങി സ്നാനപ്പെടുക. പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്ക്. നിങ്ങൾ അപ്പം നുറുക്കിയും കൂട്ടായ്മ ആചരിച്ചും പ്രാർത്ഥിച്ചും കൊണ്ടുപോകുന്ന അപ്പോസ്തല പ്രവർത്തികൾ. അങ്ങനെയെങ്കിൽ ദൈവസഭയുടെ പണി ഏഷ്യയിലും ആഫ്രിക്കയിലും ഓസ്ട്രേലിയയിലും വടക്കേ അമേരിക്കയിലും തെക്കേ അമേരിക്കയിലും അന്റാർട്ടിക്കയിലും സകല ഭൂതലത്തിന്റെ 5 വൻകരകളിലും ഈ സുവിശേഷം എത്തിയതിനു ശേഷം യേശു വരത്തോള് അതാ ഒലിവുമലയിൽ ശിഷ്യന്മാർ യേശുവിനോട് ചോദിച്ചു. ആരൊക്കെയോ ചോദിച്ചു, ഗുരു അതെപ്പോൾ സംഭവിക്കും? നിന്റെ വരവിന് ലോകത്തിന്റെ അവസാനത്തിന് അടയാളം എന്ന് പറഞ്ഞാണ്. യേശു ആദ്യം പറഞ്ഞത് എന്താ? ആലയം കല്ലിന്മേൽ കല്ല് ചഴിപ്പാതെ ഇടിഞ്ഞു പോകുന്ന മുമ്പോട്ട് ചിന്തിക്കാം. ഇസ്രായേലിനെ പറ്റി തീർന്നില്ല. ആ കാലഘട്ടത്തിനകത്ത് ചരിത്രത്തിലേക്ക് പോകുമ്പോൾ അന്ത്യകാലത്ത് കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും എഴുതുക, വലിയ അത്ഭുതങ്ങളെ കാണിക്ക്, ജാതി ജാതിയും രാജ്യത്തോടും എതിർക്ക്. പിന്നെ യേശു ഒരു ഉപമ അവരോട് പറഞ്ഞു, എപ്പോൾ താൻ മടങ്ങി വരും. വായിക്കാം മത്തായി സുവിശേഷം 24:15. മത്തായി സുവിശേഷം 24 അതിന്റെ 14-ാമത്തെ വാക്യം. യേശു എപ്പോൾ മടങ്ങി വരും? യോവേലിന്റെ പ്രവചനത്തിന്റെ നിവർത്തി പ്രകാരം യേശു എപ്പോൾ മടങ്ങി വരും? മത്തായി സുവിശേഷം 24:14 വാക്യം. രാജ്യത്തിന്റെ ഈ സുവിശേഷം എന്താ രാജ്യത്തിന്റെ ഈ സുവിശേഷം? പെന്തക്കോസ് പെരുന്നാളിൽ യോവേലിന്റെ പ്രവചനത്തിന്റെ നിവർത്തിയായി എന്റെ യേശു ഹല്ലേലൂയ അവരോട് പറഞ്ഞു, വാഗ്ദത്തത്തിന്റെ ശക്തി പ്രാപിച്ചിട്ട് വേണം നിങ്ങൾ മടങ്ങി പോകുക. യെശയ്യാവ് എഴുതി വെച്ചു, തർശീശും ബ്രിട്ടനിലും ലോദിലുമല്ല മിഷനറിമാർ പോയി സുവിശേഷം പ്രസംഗിക്കണം, രക്ഷയുടെ സന്ദേശം. വീണ്ടും യേശു പറഞ്ഞു, രാജ്യത്തിന്റെ സുവിശേഷം ഭൂതലത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും. വായിക്കാൻ ജോസഫ് കുട്ടി, രാജ്യത്തിന്റെ സുവിശേഷം വായിച്ചാട്ടെ. സകല ജാതികൾക്കും സാക്ഷ്യമായി, അടയാളവും സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും. അപ്പൊ തിരുവനന്തപുരത്ത് മാത്രം പ്രസംഗിച്ചാൽ പോരാ, ആഫ്രിക്കയിലും ഹെയ്ത്തിയിലും കോങ്കയിലും നൈജീരിയയിലും പ്രസംഗിക്കണം. ഭൂതലത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും. അപ്പോൾ അവസാനം വരും. അപ്പോൾ കർത്താവ് മടങ്ങി വരും. അപ്പോൾ അവസാനം വരും. ഗുരു അങ്ങയുടെ വരവിന് ലോകത്തിന്റെ അവസാനത്തിലും അടയാളമായി എന്ത് കാര്യം നടക്കണം? 3 ഭാഗം നാം ചിന്തിച്ചു കഴിഞ്ഞു. 1, പിതാവ് അനുവദിക്കുമ്പോൾ യേശു വരും. 2, അനന്ത നിത്യതയിൽ തന്റെ മക്കൾക്ക് വേണ്ടി വീടൊരുക്കി കഴിയുമ്പോൾ അവരെ പാർപ്പിക്കുവാൻ കമ്പാർട്ട്മെന്റ് ഒരുക്കുമ്പോൾ യേശു വരും. 2ാമത്തെ കാര്യം നടന്നു. 3ാമത്തെ കാര്യം ഇതുവരെ നടന്നില്ല. രാജ്യത്തിന്റെ സുവിശേഷം ഭൂതലത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും. യോവേൽ പ്രവാചകൻ മുഖാന്തരം എഴുതി ചെയ്ത അപ്പോസ്തല പ്രവൃത്തി 2 തുടങ്ങിയ ദൈവസഭയുടെ പണി പൂർത്തിയാകുമ്പോൾ എന്റെ യേശു മടങ്ങി വരും. ഒരു ഭാഗം കൂടെ ചിന്തിക്കുമ്പോൾ ഈ മെസ്സേജ് അവസാനിക്കും. ആ മെസ്സേജിൽ മത്തായി 24:3-4 യേശു പറഞ്ഞു, ശിഷ്യന്മാർ ചോദിച്ചു, ഗുരു അതെപ്പോൾ സംഭവിക്കും? നിന്റെ വരവിനും ലോകത്തിന്റെ അവസാനത്തിനും അടയാളം. അതിന് യേശു പറഞ്ഞു, അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പീൻ. അതിന്റെ കൊമ്പിളതായി, ഇല തളിർക്കുമ്പോൾ വേനൽ. അങ്ങനെയെങ്കിൽ ഇസ്രായേൽ മടങ്ങി വരണം. 3 മരങ്ങളോട് യഹൂദനെ ഉപമിച്ചിട്ടുണ്ട്. 1, അത്തിയാകുന്ന ഇസ്രായേൽ, അത് യഹൂദന്റെ രാഷ്ട്രീയം. ഹോശയ്യ 9:10 അത്തിവൃക്ഷത്തിൻ തലക്കനി പോലെ നിന്റെ പിതാക്കന്മാരെ ഞാൻ മരുഭൂമിയിൽ കണ്ടു. 2, മുന്തിരി. യോഹന്നാൻ 15:1-2 ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനും എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ വെട്ടിക്കളയുന്നു. 3, അവന്റെ സൗന്ദര്യം. ഒലിവ്. 128-ാം സങ്കീർത്തനം. യഹോവയെ ഭയപ്പെട്ട് അവന്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. അവന്റെ അധ്വാനത്തിന്റെ ഫലം വീട്ടിലെത്ത്. അവന്റെ ഭാര്യ ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും ഇരിക്കുമെങ്കിൽ. മകനെ മകളെ 3 മരങ്ങളോട് ഇസ്രായേൽ. 1, അത്തി രാഷ്ട്രീയം, ആത്മീയം അതിന്റെ മുന്തിരി, സൗന്ദര്യം ഒലിവ്. അങ്ങനെയെങ്കിൽ അത്തിയാകുന്ന ഇസ്രായേൽ തളിർക്കണം. അതിലേക്ക് നാം കടക്കാം. 3 ഭാഗങ്ങൾ. ഇസ്രായേൽ ഒരുവന് കിട്ടിയ പേര്. തീർന്നില്ല. ഇസ്രായേൽ ഒരു ജാതിയുടെ പേര്. ഇസ്രായേൽ ഒരു രാഷ്ട്രത്തിന്റെ പേര്. ഇന്ന് ലോകത്തിന്റെ ഘടികാരമായി ലോകരാജ്യങ്ങളെ വിറപ്പിച്ചു കൊണ്ട് നിൽക്കുന്നത് അതാ പറഞ്ഞു. 1, ഒരു ജാതിയുടെ പേരല്ല, ഒരുവന്റെ പേര് ഇസ്രായേൽ. 2, ഒരു ജാതിയുടെ പേര് ഇസ്രായേൽ സമൂഹമായി. 3, 48 മെയ് 14-ാം തീയതി അവർ ഒരു രാഷ്ട്രമായി മാറി. എവിടെ തുടങ്ങുന്നു ഇസ്രായേൽ? എവിടെ അവർ ജാതിയായി മാറി? എവിടെ അവർ രാഷ്ട്രമായി മാറി? അവർ തളിർക്കുമ്പോൾ എൻ്റെ യേശു വരും.
ഇതാ ഏറ്റവും വലിയ മേജർ പ്രവചനം മത്തായിയോടുള്ള ബന്ധത്തിൽ. അങ്ങനെയെങ്കിൽ നമ്മുടെ പിതാവ് അപ്പച്ചൻ അബ്രഹാം നോഹയ്ക്ക് ഷേം എന്ന തലമുറയിൽ മെസപ്പെട്ടോമിയ കൽദയ പട്ടണമായ ഊരിൽ ഉരിയാടാത്ത ദൈവങ്ങളുടെ നടുവിൽ തേജോമയനായ ദൈവം അബ്രഹാമിനെ വിളിക്കുന്നു, പ്രോമിസ് കൊടുക്കുന്നു, നിന്നെ അനുഗ്രഹിക്കും, ദേശത്തെ അനുഗ്രഹിക്കും, നിന്റെ സന്തതിയെ ഞാൻ ബഹുജാതികൾക്ക് തലമുറകൾക്കും അനുഗ്രഹമാക്കി വെക്ക്, നിന്നിൽ നിന്ന് ഉലകത്തെ പുറപ്പെടുവിക്കുന്ന സന്തതിയെ ഉത്ഭവിക്ക്, നിന്നെ അനുഗ്രഹിക്കുന്നവനെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവനെ ഞാൻ ശപിക്കും. അങ്ങനെ അബ്രഹാമിനെ വാഗ്ദത്ത കനാനിൽ കൊണ്ടുവന്നു. 100-ാം വയസ്സിൽ ഒരു സന്തതി ജനിച്ചു. ആ സന്തതിയുടെ പേരാ ഇസഹാക്ക്. ഇസഹാക്കിന് 2 തലമുറകളെ കിട്ടി. 1 ഏശാവ്, 2 യാക്കോബ്. ഒരുവൻ കാട്ടുകഴുതയെ പോലെ ഏശാവായിരുന്നു, മറ്റേത് യാക്കോബ് എന്ന് പറഞ്ഞാൽ വലിയ ഉപായിയായിരുന്നു. ആ പേരിൽ തന്നെ ഒരു ഉപായിയ. കണ്ടോ, അവന്റെ ജോലി എന്ന് പറഞ്ഞാൽ 2 കാര്യം അവൻ ചെയ്തു. 1 അപ്പനെ പറ്റിച്ച് ജ്യേഷ്ഠാവകാശം ചേട്ടനെ പറ്റിച്ച് ജ്യേഷ്ഠാവകാശം. 2 അപ്പനെ പറ്റിച്ച് എന്തോ ചെയ്തു, അവൻ അനുഗ്രഹവും മേടിച്ചു. അവൻ നേരെ അങ്കിളിന്റെ വീട്ടിൽ പോയി, ലാബാന്റെ വീട്ടിൽ പോയി. ലാബാന്റെ വീട്ടിൽ പോയി 20 വർഷത്തോളം അവിടെ ജോലി ചെയ്തു. ലാബാന്റെ ഭവനത്തിൽ 2 വിവാഹം കഴിച്ചു. പ്രായത്തിന്റെ ആധിക്യത്തിനകത്ത് ലാബാന്റെ മക്കൾ അവന് നേരെ കത്തി ഉയർത്തിയപ്പോൾ, അമ്മായിയപ്പനായ ലാബാന്റെ മുഖം കറക്കാൻ തുടങ്ങിയപ്പോൾ 2 ഭാര്യമാരെയും 12 മക്കളെയും ദാസിമാരെയും കുട്ടി എവിടത്തേക്ക് വന്നു? യാബോക്ക് കടവിന്റെ മുൻപിൽ. ഇസ്രായേലിന്റെ ചരിത്രമാ പറയുന്ന, എല്ലാവരും കേൾക്കണം. യാബോക്കിന്റെ കടവിന്റെ മുൻപിൽ വന്നു. കുറച്ചുപേരെ അക്കരെ കയറ്റിയപ്പോൾ ഇവന് പാം പറ്റുന്നില്ല. അവനൊരു വാർത്ത കേട്ട്, ഏശാവ് അന്ന് ജ്യേഷ്ഠാവകാശം കൈക്കലാക്കി അവൻ പറ്റിച്ച ഏശാവ് അവിടേക്ക് വന്നിരിക്കുന്നു. അപ്പോൾ യാബോക്കിന്റെ കടവിൽ വെച്ച് യാക്കോബ് ഒരു മൽപ്പിടുത്തം. സന്ധ്യ സമയം നിങ്ങൾ മനസ്സിലാക്കണം. എന്താ കാര്യമെന്നറിയാമോ? സന്ധ്യയായി. ആ സമയത്ത് ഇന്നത്തെ കണക്ക് പട്ടണത്തിൽ തിരുവനന്തപുരത്തെ കണക്ക് ആളൊന്നുമില്ല. സന്ധ്യ ആയപ്പോൾ അവന് തോന്നി ഒരുവൻ കടന്നു പോകുന്നു, ഇച്ചിരി മാന്യനായ ഒരുവനാ. അങ്ങനെയെങ്കിൽ ഈ അവനെ കയറി പിടിക്കാം. അങ്ങനെ അവന്റെ കാലിന്റെ തുടയിൽ കയറി പിടിച്ചു ദൈവത്തിന്റെ ദൂതന്റെ. അതാ പറഞ്ഞത്, നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. അങ്ങനെയെങ്കിൽ ആ ദൂതൻ അവനെ അനുഗ്രഹിച്ചു. എന്താ പറഞ്ഞത്? കാര്യമൊന്നും അഡ്ജസ്റ്റ്മെന്റ് ഒന്നും അവിടെ നടന്നില്ല. ആ കാര്യം നടന്നത് അവൻ അനുഗ്രഹിച്ചല്ലാതെ വിടത്തുമില്ല. അപ്പനെ പറ്റിച്ച് ചേട്ടനെ പറ്റിച്ച് അഡ്ജസ്റ്റ്മെന്റിൽ പോകാൻ നുള്ളുകയെ യാക്കോബിന് അവിടെ വെച്ച് ദൂതൻ അനുഗ്രഹിച്ചു. ഒരു പേരിട്ടു. വായിക്കാം. തുടങ്ങി ഒരുവനിൽ നിന്ന് ആ പേര്. ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായം അതിന്റെ 27-ാമത്തെ വാക്യം. ഉൽപ്പത്തി 32 അതിന്റെ 27-ാമത്തെ വാക്യം. നിന്റെ പേരെന്ത് എന്ന് അവൻ അവനോട് ചോദിച്ചതിന് അതിനവൻ യാക്കോബ് എന്ന് അവൻ പറഞ്ഞു. യാക്കോബ് എന്ന് അവൻ പറഞ്ഞു. അടുത്തത്, നീ ദൈവത്തോടും മനുഷ്യരോടും മല്ലുപിടിച്ച് ജയിച്ചത് കൊണ്ട്, നീ ദൈവത്തോടും മനുഷ്യരോടും മല്ലുപിടിച്ചത് കൊണ്ട് നിന്റെ പേര് ഇനി യാക്കോബ് എന്നല്ല ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടും എന്ന് അവൻ പറഞ്ഞു. എത്ര കൊല്ലം മുമ്പിട്ട പേരാ? വല്യപ്പച്ചൻ യാക്കോബിനിട്ട പേരാ ഇസ്രായേൽ. ഇന്ന് വരെ മാറിയിട്ടുണ്ടോ? നമ്മുടെ നാട്ടിലെ പേരെത്ര മാറി? നമ്മളിപ്പോ ട്രിവാൻഡ്രത്താ നിൽക്കുന്നത്. പണ്ട് ഇംഗ്ലീഷിൽ ട്രിവാൻഡ്രം സാഹിബിന് നാക്ക് വളയത്തില്ല, തിരുവനന്തപുരമാക്കി. സ്വോത്രം. തിരുവനന്തപുരം ട്രിവാൻഡ്രമാക്കി. കോഴിക്കോട് അവന് തിരിയാത്തോണ്ട് കാലിക്കട്ടാക്കി. കൊല്ലം അവന് തിരിയാത്തോണ്ട് കൊയിലോണാക്കി. പക്ഷെ ഇത്രയും കൊല്ലം പഴക്കമുള്ള ഇസ്രായേലിന്റെ പേര് മാറിയിട്ടില്ല. വല്യപ്പന് യാബോക്കിന്റെ കടവിൽ വെച്ച് സ്വർഗത്തിലെ ദൈവം കൊടുത്ത പേരാ ഇസ്രായേൽ. കാര്യം മനസ്സിലാക്കിയോ? ഇനിയാണ് ഇസ്രായേലിന്റെ കഥ. നമ്പർ 1, ഒരുവന് കിട്ടിയ പേര്, യാക്കോബിന് കിട്ടിയ പേര് ഇസ്രായേൽ. അവരെങ്ങനെ ഒരു ജാതിയാകും? അങ്ങനെ ഇരുന്നപ്പോൾ യാക്കോബ് മടങ്ങി വന്നു. 12 തലമുറകൾ ഉണ്ടായി. ആ 12 തലമുറകളിൽ യാക്കോബിന്റെ പ്രിയപ്പെട്ട ഒരുത്തനുണ്ടായിരുന്നു. അവന്റെ പേരാ യോസഫ്. യോസഫ് എന്ന് പറയുന്നവൻ നല്ലൊരു മനുഷ്യനായിരുന്നു. ഈ പയ്യൻ പക്ഷെ ഒരു കുഴപ്പമുണ്ടായിരുന്നു. ഇവന് പല കാര്യവും ചോർത്തി കൊടുക്കുന്നത് മന്നനാ. ഇപ്പൊ ഈ സോഫ്റ്റ്വെയർ ചോർത്തുന്നത് പോലെ എല്ലാവരുടെയും കുറ്റം വന്ന് അപ്പന്റെ അടുത്ത് പറയും. സ്വോത്ര. രൂപേന്റെ കുറ്റോ, ശിമയോന്റെ കുറ്റോ, ലേവിയുടെ കുറ്റോ, ഗാദിന്റെ കുറ്റോ എല്ലാം പറയും. ഇത് വളരെ ഇതായിരുന്നു. അങ്ങനെയെങ്കിൽ ശേക്കേമിൽ ആടുമേയ്ക്കാൻ പോയ, ശേക്കേമിനകത്ത് ആടുമേയ്ക്കുവാൻ പോയ ഈ പ്രിയപ്പെട്ടവരോട് കാര്യം മനസ്സിലാക്കി പറയുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കി. കണ്ടോ, യവൻ ഒരു ദർശനം കിട്ടി. എന്താ ദർശനം? യവന്റെ കറ്റ ഉയർന്നു നിൽക്കുന്നെന്നുള്ള ഒരു ദർശനം അവന് കിട്ടി. മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവൻ എന്താ കാര്യം എന്നറിയാമോ?
ഈ അപ്പനോട് ഇത് പറഞ്ഞു, ഈ ദർശനം കിട്ടിയ പോരാ. ചേട്ടന്മാരോട് ഇത് പറഞ്ഞു, ദർശനം കിട്ടിയ പോരാ. അങ്ങനെ ഇരുന്നപ്പോൾ ഇവര് പറഞ്ഞ് ദർശനക്കാരൻ വരുന്നു. ചേട്ടന്മാർക്കെല്ലാം ഭയങ്കര കുഴപ്പം ഇവനോട്. എന്താ വെച്ചാൽ ഈ കാര്യങ്ങൾ പലതും അപ്പന്റെ ചെവി ന്യൂസ് കൊടുക്കുന്നത് കൊണ്ട് യോസഫിന് ഒരു കാര്യം കിട്ടി. എന്താ കിട്ടിയത്? ഒരു നിലയങ്കി കിട്ടി. ഇന്നത്തെ ഒരു കുപ്പായ അപ്പന്റെ കിട്ടി. അപ്പൊ തന്നെ ഭയങ്കര ആൾക്കാർക്ക് വലിയ വിരോധമായി. വല്ലതൊക്കെ കിട്ടുമ്പോ സ്വോത്രം. എന്താ കുപ്പായം കിട്ടിയത്? ബാക്കിയുള്ളവർക്കെല്ലാം വല്ല ബർമൂടയൊക്കെയാ കിട്ടിയത്. സ്വോത്രം. ഈ കറുത്ത ഒരു പുസ്തകം വായിച്ചപ്പോ ഞാനും ഞെട്ടിപ്പോയി. ബർമൂട, ഇവിടെ പോക്കറ്റ്, അവിടെ പോക്കറ്റ്, ഇവിടെ പോക്കറ്റ്, 4 പോക്കറ്റ്. ഞാൻ അതിന്റെ ചരിത്ര പുസ്തകത്തിൽ വായിച്ചപ്പോഴാ പറഞ്ഞ് ബർമൂഡ എവിടുന്ന് വന്നറിയാമോ? ഇംഗ്ലണ്ടിൽ ബിൽഡിംഗ് പണിക്ക് തട്ടുംപുറത്ത് കയറുന്നവർ ഓരോ നട്ടും ബോൾട്ടും ഓരോ പ്രാവശ്യം താഴെ ഇറങ്ങാതിരിക്കുക. ഒരു പോക്കറ്റ് നട്ട്, ഒരു പോക്കറ്റ് ക്ലിപ്പ്, ഒരു പോക്കറ്റ് നട്ട്. ഇത് ടീ ബർമൂഡയാ ഇംഗ്ലണ്ടിൽ നിന്ന് വന്നത്. ഞാൻ ഈ നിലയങ്കയുടെ കഥ ഓർത്തപ്പോഴാ പിടികിട്ടിയത്. അത് കണ്ടിട്ടാ ഇന്ന് നമ്മുടെ ഇവിടുത്തെ ഫ്രീക്കൻ ചെറുപ്പക്കാർ, ഈ ഇംഗ്ലണ്ടിലെ വെൽഡർമാര് ബിൽഡിങ്ങിന്റെ മേളിൽ നട്ടടിക്കാൻ കയറുമ്പോൾ ഒരു പോക്കറ്റ് നട്ടും ബോൾട്ട് വിട്ടതാ. ഇവിടെ ഒരു പോക്കറ്റ്, ബാക്കി ഈ 2 പോക്കറ്റ്, ഇവിടെ പോക്കറ്റ്. അവ ഓരോ പ്രാവശ്യം താഴെ ഇറങ്ങി ഇത് പറക്കാൻ വയ്യാത്തോണ്ട് ഇട്ട സാധനമാ ഇന്നിവിടെ കടയിൽ വെക്കുന്ന ബർമൂഡ. ഇംഗ്ലണ്ടിലെ വെൽഡർമാര് പോക്കറ്റിനകത്ത് നട്ടിട്ട സാധനം. അത് യോസഫിന്റെ നിലയങ്കയുടെ കാര്യം വന്നപ്പോൾ അപ്പൊ തന്നെ അവന്മാർക്ക് കുഴപ്പമുണ്ട്. ജോസഫിനോട് വലിയ വിരോധം. ദർശനക്കാരൻ വരുന്നു. എന്താ ചെയ്തെന്നറിയാമോ? ഈ ദർശനക്കാരനെ അവന്മാര് പിടിച്ച് പൊട്ടക്കിണറ്റിലിട്ടു. എന്നാലും അവർക്ക് സ്നേഹം തോന്നി. രക്തബന്ധമല്ലയോ? ഇസ്രായേലിന്റെ ചരിത്രമാണ് പറയുന്നത്. അവനെ പുറത്തെടുത്തു. 20 വെള്ളിക്കാശിന് എവിടെ കൊണ്ടിട്ടെന്നറിയാമോ? കച്ചവടക്കാർക്ക് വിറ്റു. കച്ചവടക്കാർക്ക് വിറ്റിട്ട് എവിടെ ചാടിയെന്നറിയാമോ? പോയി അവൻ പൊത്തിപേറിന്റെ ഭവനത്തിനകത്ത് പോയി. പൊത്തിപേറിന്റെ ഭവനത്തിനകത്ത് ഫറവോന്റെ അകമ്പടി നായകന്റെ അടുത്ത് പോയപ്പോൾ എന്താ കാര്യം എന്നറിയാമോ? അമ്മാമ നോക്കിയപ്പോ ജോസഫ് ഇത്തിരി മര്യാദയുള്ളവനാ. സ്വോത്ര. അപ്പൊ വിചാരിച്ചു പൊത്തിപേർ സ്ഥലത്തില്ല. ആ സമയത്ത് അമ്മാമ ജോസഫിനെ കയറി പിടിക്കാൻ ശ്രമിച്ചു. പക്ഷെ ജോസഫ് കയ്യിൽ പോയാലും വേണ്ടിയാലെന്ന് പറഞ്ഞ് മറുകണ്ഠം ചാടി ഓടി. സ്വോത്ര. ആലിക്കാശി പോയൊരു ലുങ്കി മേടിച്ചാലും വേണ്ടിയാലും അമ്മാമയുടെ കേരളത്തിൽ പാപത്തിൽ വീണുപോയാൽ എന്റെ കൃപ നഷ്ടപ്പെടും. അങ്ങനെ കള്ളക്കേസിൽ അവൻ കുടുങ്ങി കാരാഗ്രഹത്തിലായി. കൊടുത്ത കൊല്ലത്തും കിട്ടും. സ്വോത്രം. ഇല്ലെന്നുണ്ടെ അടുത്ത സ്ഥലമായ കായംകുളത്തും കിട്ടും. എത്ര ക്ലിയറാ എന്ന് നോക്ക്. അപ്പനും ചേട്ടനെയൊക്കെ നല്ല രീതി ചേട്ടന്മാരുടെ നുണയൊക്കെ പറഞ്ഞ് നിലയങ്കിയൊക്കെ കിട്ടി കച്ചവടമൊക്കെ നടന്നപ്പോൾ ദൈവം വിചാരിച്ചു വിടത്തില്ല. നിന്നെയും ചെയ്യാത്ത കുറ്റത്തിന് പാവപ്പെട്ടവൻ കാരാഗ്രഹത്തിൽ കിടക്കുന്നു. യോസഫ് തീർന്നില്ല. 2 ദർശനക്കാർക്ക് സ്വപ്നം വിവരിച്ചുകൊണ്ട് അവൻ എവിടേക്ക് പോയി? ഫറവോന്റെ കൊട്ടാരത്തിലേക്ക് പോയി. അന്ന് ദേശത്ത് ക്ഷാമം വരുവാൻ കാലമായി. ധാന്യമില്ല. ക്ഷാമം വരുവാൻ കാലമായപ്പോൾ അവരെന്തോ ചെയ്തെന്നറിയാമോ? ഒരു കാര്യം ചെയ്തു. ധാന്യം ശേഖരിക്കാൻ പോയി. ധാന്യം ശേഖരിക്കാൻ പോയപ്പോൾ എന്താ സംഭവിച്ചത്? അവർക്ക് കാര്യം പിടികിട്ടി. ആരവിടെ ഇരിക്കുന്നു? യോസഫിന്റെ ചേട്ടന്മാർ മിസ്രൈമിൽ ധാന്യം ശേഖരിക്കാൻ വന്നത് കണ്ടപ്പോൾ വളരെ ക്ലിയർ ആയിട്ട് കാര്യം പിടികിട്ടി. കാര്യം പിടികിട്ടിയപ്പോൾ പിന്നത്തതിൽ എന്താ നടന്നത് അറിയാമോ? 70 പേർക്ക് അപ്പനായ യാക്കോബിനും 12 ചേട്ടന്മാർക്കും കുടുംബത്തിനും 70 പേർക്ക് മിസ്രയീമിലേക്ക് വിസ കൊടുത്തു. ഫറവോന്റെ അധീനതയിലേക്ക്. ഇനി നിങ്ങൾ മനസ്സിലാക്കണം, ഫറവോന്റെ അധീനതയിലേക്ക് ഇവർക്ക് വിസ കൊടുത്തു. വിസ കൊടുത്തിട്ട് ഇവരെന്തോ ചെയ്തു? അവിടെ യഹൂദൻ അങ്ങ് പടർന്നു തുടങ്ങി. ഒരു മിസ്രയീമ്യന് 3 യഹൂദനായി. അപ്പൊ ഫറവോന് പിടികിട്ടി യവന്മാരെ കൊണ്ട് കാര്യം നടക്കത്തില്ല. അന്നാ ഫറവോൻ കൽപ്പന പുറപ്പെടുവിച്ചത് എബ്രായ കുഞ്ഞുങ്ങളെ നൈൽ നദിക്കകത്തെറിഞ്ഞു കൊല്ലണം. അതാ മോശയുടെ കാലത്ത് നടന്നത്. ചരിത്രം നിങ്ങൾ മനസ്സിലാക്കണം. അങ്ങനെയെങ്കിൽ പഴയ നിയമത്തിന്റെ വിമോചകനായ മോശയാൽ അവർ ചെങ്കടൽ കടക്കുന്നു. വാഗ്ദത്ത കനാനിലേക്ക് വരുന്നു. വാഗ്ദത്ത കനാനിലേക്ക് വരുമ്പോൾ അത് അവിടെ വെച്ച് അവർ ഒരു സമൂഹമായി മാറി. മനസ്സിലാക്കണം. പോയത് യോസഫ്. 12 ചേട്ടന്മാര് ധാന്യത്തിന് വേണ്ടി പോയി. ക്ഷാമം വന്ന് ഫറവോൻ എന്തോ ഇത്? യോസഫ് ഇപ്പൊ ഉപപ്രധാനമന്ത്രിയാ. ഉപപ്രധാനമന്ത്രിയുടെ അപ്പച്ചനും അനിയന്മാർക്കും ചേട്ടന്മാർക്കും എല്ലാം കൂടെ 70 പേർക്ക് ഒരു വിസ അയച്ചു കൊടുത്തു. അവരെവിടെ ചെന്നു? മിസ്രൈമിൽ ചെന്നു. അവര് പെറ്റു വളർന്നു. ഇപ്പൊ എത്ര ജനമായി? ഏകദേശം 40 ലക്ഷം ജനമായി. അപ്പൊ ഫറവോന് കാര്യം പിടികിട്ടി. 23 ലക്ഷം ജനം ആയപ്പോഴേ പറഞ്ഞു, ഒരു ഈജിപ്തുകാരെ നിൽക്കുമ്പോ 3 ഇസ്രായേലുകാരെ അവനെ കൈ ചൂണ്ടി നിൽക്കുക. അപ്പൊ ഫറവോന് പിടികിട്ടി യവന്മാരെ ഇത് പിടിച്ചടക്കും മിസ്രൈം. അന്നാണ് ആദ്യജാതന്മാരെ എബ്രായ കുടുംബത്തിൽ ജനിച്ച കുഞ്ഞുങ്ങളെ നൈൽ നദിക്കെറിയാൻ ഫറവോൻ കൽപ്പന കൊടുത്തത്. അങ്ങനാണ്
ഇസ്രയേൽ പാളയത്തിനകത്ത് ഇസ്രയേൽ പീഡനമേൽക്കുന്നത്. ഇസ്രയേൽ പീഡനമേറ്റ കാലത്തിനകത്ത് നിങ്ങൾ മനസ്സിലാക്കണം എന്താ സംഭവിച്ചതെന്നറിയാമോ? തന്റെ ജനം വാഗ്ദത്ത കനാനിലേക്ക് മടങ്ങി വന്നു. ഇസ്രായേൽ ജനം ആരാ? മോശ അതിന്റെ നായകനായി മാറി. ഇസ്രയേൽ ജനത്തിന്റെ മോവാബിന്റെ സമഭൂമിയിൽ വെച്ച് മോശയോട് ദൈവം കൽപ്പിക്കുന്നു, തന്റെ ജനം കൽപ്പന വിട്ട് പ്ലാൻ വിട്ട് സഞ്ചരിച്ചാൽ അവരെ അടിമത്തത്തിലേക്ക് കൊണ്ടുവരുമെന്ന്. അടിമത്തത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ മനസ്സിലാക്കണം, ഒന്ന്, ഒരപ്പച്ചന് യാക്കോബിന് യാബോക്കിന്റെ കടവിൽ വെച്ച് പേര് കിട്ടി. ഒരുവന് കിട്ടിയ പേര് ഇസ്രായേൽ. തീർന്നില്ല. ഒരു സമൂഹം ഇസ്രയേലിൽ ചെന്ന് യോസഫിന്റെ സമൂഹത്തിന്റെ കൂടുതൽ മുഴുവനായി കേട്ടത് എന്താ കിട്ടിയതെന്നറിയാം? കരഞ്ഞ കാര്യം എന്തെന്നറിഞ്ഞ എന്താ കിട്ടിയത്? ആ സമൂഹത്തിന് ഇസ്രയേൽ എന്ന പേര് ലഭിച്ചു. അങ്ങനെ ഇരുന്നപ്പോൾ മോശയ്ക്ക് ശേഷം ഒരുവൻ വന്നു, അവന്റെ പേര് യോശുവ. ചരിത്രം മാറി. യോശുവയ്ക്ക് ശേഷം പിന്നത്തതിൽ പ്രവാചകന്മാർ വന്നു. ശമൂവേൽ എന്ന് പറയുന്ന പ്രവാചകൻ ഇസ്രയേലിനകത്ത് വന്നപ്പോൾ സംഭവിച്ച കാര്യം എന്ന് പറഞ്ഞത്, ശമൂവേലിന്റെ മക്കൾ ദൈവസന്നിധി വിട്ടുപോകാൻ തുടങ്ങി. ചരിത്രം നിങ്ങൾ പഠിക്കണം. ആ സമയത്ത് ഇസ്രയേൽ ജനം ഒരു രാജാവിനെ അന്വേഷിച്ചു. അപ്പോൾ കഴുതയെ അന്വേഷിച്ചു പോയ ഒരു ചെറുപ്പക്കാരന് ഇസ്രയേലിന്റെ രാജാവാക്കി. നമ്പർ 1 ശൗൽ ഇസ്രയേലിന്റെ രാജാവായി. രണ്ടാമത്തെ കാര്യം, ശൗലിന് ശേഷം അവന്റെ രാജ്യത്വം ഏകദേശം 40 വർഷം ദൈവത്തിന്റെ പ്ലാനും പദ്ധതിയും ഇട്ടപ്പോൾ ഗിൽബോറ പർവ്വതനിരയിൽ സ്വന്തം ആയുധത്താൽ ശൗൽ പട്ടു വീഴുന്നു. തീർന്നില്ല. അവന്റെ മകനായ യോനാഥാൻ, അവൻ നല്ല രാജകുമാരനാ. അപ്പനോട് ചേർന്ന് നിന്നുകൊണ്ട് യോനാഥാനും ഗിൽബോറ പർവ്വതത്തിൽ പട്ടു വീണപ്പോൾ സ്വർഗത്തിലെ ദൈവം ഒരുത്തനെ തെരഞ്ഞെടുത്തു, ദാവീദ്. ആട്ടിടയെ കുടിൽ വളർന്ന് ഇശ്ശായിയുടെ കുറ്റിയിൽ വളർന്ന ദാവീദിനെ ഇസ്രയേലിന്റെ രാജാവായി മാറ്റി. രണ്ടാമത്തത് തീർന്നില്ല. 30-ാമത്തെ വയസ്സിൽ ദാവീദ് രാജാവായി. 40 വർഷം ഇസ്രയേൽ ഭരണം പോയി. ദാവീദിന്റെ മകനായ സോളമൻ ഇസ്രയേലിന്റെ രാജാവായി. 3 പേരെ ഇസ്രയേലിന്റെ രാജാവായിരുന്നോള്. 1 ശൗൽ, 2 ദാവീദ്, 3 സോളമൻ. സോളമന്റെ മക്കളുടെ കാലത്ത് ഇസ്രയേൽ 2ആയി പിരിഞ്ഞു. ആ 2ആയി പിരിഞ്ഞത് 1 യഹൂദിയയും 2 ഇസ്രയേലും. യഹൂദിയയിൽ 19, ഇസ്രയേലിൽ 21 രാജാക്കന്മാര് വാണുകൊണ്ടിരിക്കുമ്പോഴാ BC 3500 വർഷം മുമ്പ് മോശയോട് ദൈവം ഒരു കാര്യം പറഞ്ഞു. എന്താ മോശയോട് ഒരു കാര്യം പറഞ്ഞത്? അതിന്റെ പേര് ആവർത്തന പുസ്തകം 28, 64 മുതൽ 68 വരെ വാക്യങ്ങൾ വായിച്ചാട്ടെ ജോസഫ് കുട്ടി. മോവാബിന്റെ സമഭൂമിക്കകത്ത് മോശയോട് ദൈവം പറഞ്ഞ കാര്യം വായിച്ചാട്ടെ. യഹോവ നിന്നെ ഭൂമിയുടെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ, യഹോവ നിന്നെ ഭൂമിയുടെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ സർവ്വജാതികളുടെയും ഇടയിൽ ചിതറിക്കും. സർവ്വജാതികളുടെ ഇടയിൽ ചിതറിക്കും. അവിടെ നീയും നിന്റെ പിതാക്കന്മാരും അറിഞ്ഞിട്ടില്ലാത്തവയായി മരവും കല്ലും കൊണ്ടുള്ള അന്യ ദൈവങ്ങളെ നീ സേവിക്കും. പുറപ്പാട് പുസ്തകത്തിൽ സീനായുടെ മടിത്തട്ടിൽ കൊണ്ടുവന്ന് ന്യായപ്രമാണത്തിന്റെ ഏടുകൾ 10 കൽപ്പന കൊടുക്കുമ്പോൾ വിഗ്രഹം ഉണ്ടാകരുത്, നമസ്കരിക്കരുത്, കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, അപ്പനെയും അമ്മയെ അനുസരിക്കണം. ആ കൽപ്പന പറഞ്ഞ ഇസ്രയേൽ ജനം കനാൻ കടക്കുന്നത് വരെ തമ്പേറും പാട്ടും നീങ്ങിപ്പോയന്റെ ഭാരങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. യോശുവയുടെ കാലം കഴിഞ്ഞപ്പോ ഈ പാട്ടൊക്കെ അങ്ങ് പോയി. പിന്നെ കല്ലും മണ്ണും വിഗ്രഹങ്ങളെ സേവിക്കാൻ തുടങ്ങി. ആ സേവിക്കാൻ തുടങ്ങിയപ്പോൾ ദൈവം കൊടുക്കുന്ന ആവർത്തന പുസ്തകം അനുഗ്രഹവുമുണ്ട് ശാപവുമുണ്ട്. അതുകൊണ്ടാ പറഞ്ഞ് അടുത്തത് വായിച്ചാട്ടെ. നിന്നെ അടിയാനും അടിയാട്ടിയുമായി. വായിച്ചാട്ടെ അടുത്ത വാക്ക്. ആ ജാതികളുടെ ഇടയിൽ നിനക്ക് സ്വസ്ഥത കിട്ടുകയില്ല. സ്വസ്ഥത കിട്ടത്തില്ല. നിന്റെ കാലിന് വിശ്രാമ സ്ഥലം ഉണ്ടാകുകയില്ല. നീ കടന്നോടും, ഉഴലും ഇസ്രായേൽ കടന്നോടും. ശാപം. അടുത്തത്. അവിടെ യഹോവ നിനക്ക് വിറയ്ക്കുന്ന ഹൃദയവും മങ്ങുന്ന കണ്ണും നിരാശയുള്ള മനസ്സും തരും. അതാ പറഞ്ഞ് കാൽവരിയുടെ കൊലക്കളത്തിൽ യഹൂദൻ പറഞ്ഞ ശാപമായത്, അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറ മേലും വന്ന് ഭവിക്കട്ടെ. ഇസ്രയേലിന്റെ വഴി കണ്ട അടിച്ചുകൊല്ലു. യഹൂദന്റെ മക്കളെ ടൈഫോയിഡും പോളിയോ വന്ന കൊന്നുകളയും. തീർന്നില്ല. അവന്റെ മാംസം ബ്രിട്ടനിൽ കെട്ടിത്തൂക്കി ചൂടടുപ്പിനകത്ത് സ്വന്തം കുഞ്ഞുങ്ങളെ അമ്മമാർ കൊന്നു തിന്നു യഹൂദൻ. ഇതിന്റെ പേരാ ശാപം. തീർന്നില്ല. അടുത്ത കാര്യം കേൾക്കണം. ഏറ്റവും ക്രൂരമായ കാര്യങ്ങളെ ഇസ്രയേലിനോടുള്ള ബന്ധത്തിൽ. ഇസ്രയേലിന്റെ ഗർഭിണികളുടെ മാറ് പിളർന്ന് കുഞ്ഞുങ്ങളെ എടുത്തു. ഹിറ്റ്ലർ എന്ന് പറയുന്ന ചക്രവർത്തി
60 ലക്ഷം യഹൂദന്മാരെ ചേമ്പറിനകത്തിട്ട് കൊന്നുകളഞ്ഞു. പകലാകുമ്പോൾ അവർ വിചാരിക്കും രാത്രിയിൽ സ്വസ്ഥത കിട്ടുമെന്ന്, രാത്രിയാകുമ്പോൾ ആക്രമണം നടക്കുമ്പോൾ വിചാരിക്കും നേരമൊന്ന് വെളുത്ത് കിട്ടിയാൽ മതി, ഇസ്രായേൽ പാളയത്തിനകത്ത് നിലവിളി നടക്കുമെന്ന് സ്വർഗത്തിലെ ദൈവം മോശയോട് കൽപ്പിച്ചു. ആവർത്തനം 28, 64, 68. ഒന്നാമത്തെ രാജാവായി ശൗല്, രണ്ടാമത്തെ രാജാവായി ദാവീദ്, മൂന്നാമത്തെ രാജാവായി ശലോമോന്. ശലോമോന്റെ തലമുറകൾക്ക് ചേരാൻ ഇസ്രായേൽ രണ്ടായി വിഭജിക്കപ്പെട്ടു, യഹൂദി എന്നും ഇസ്രായേൽ എന്നും. 19 രാജാക്കന്മാർ ഇസ്രായേല്, യഹൂദിയിൽ 21 രാജാക്കന്മാർ വാഴുമ്പോൾ BC 600 യഹോവയാക്കീം എന്ന് പറയുന്ന രാജാവിന്റെ കാല്, യഹൂദിയിലെ രാജാവായിരുന്ന യഹോവയാക്കീമിന്റെ കാലത്ത് എന്തോ സംഭവിച്ചതെന്നറിയാമോ? നെബൂഖദ്നേസർ ഇസ്രായേലിനെ ആക്രമിക്കുന്നു. ഒന്ന്, യാക്കോബ് എന്ന് പറയുന്ന ഒരപ്പന് കിട്ടിയ പേരാ ഇസ്രായേൽ. ഫറവോന്റെ അടിമത്തത്തിൽ യോസഫിന്റെ ഉപമുഖ്യമന്ത്രി സ്ഥാനം 70 പേരെ വിസയുമായിട്ട് ചെന്നപ്പോൾ 23 ലക്ഷം പേരായി ഇസ്രായേൽ മാറി. ഒരുവനിൽ കിട്ടി, ഒരു സമൂഹത്തിലേക്ക് കിട്ടി, രാഷ്ട്രം അവർക്ക് നഷ്ടപ്പെട്ടു. ഗുരു, അതെപ്പോൾ സംഭവിക്കും? നിന്റെ വരവിനും ലോകത്തിന്റെ അവസാനത്തിനും അടയാളം എന്ത്? ആ BC 600 അവരെ സിംഹാസനം നഷ്ടപ്പെട്ടു. കേൾക്കണേ മക്കള്, അതിനുശേഷം യഹൂദനോടുള്ള പീഡയാ. അതിനുശേഷം മേദ്യപാർസ്യ വന്നു. ആ മേദ്യപാർസ്യയിൽ കോരശ് പണിഞ്ഞു, തീർന്നില്ല. അതിനുശേഷം ഗ്രീക്ക് സാമ്രാജ്യം വന്നു. ഗ്രീക്ക് സാമ്രാജ്യം വന്നതിന് ശേഷം റോമാക്കാർ ഇസ്രായേലിനെ ഭരിച്ചു. റോമാക്കാർ ഇസ്രായേലിനെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിനകത്ത് അവർക്ക് രാജ്യമില്ല, കാര്യമില്ല, ഒന്നുമില്ല. റോമാക്കാരുടെ കാലത്ത് AD 30 ഒരു സംഭവം നടക്കുന്നു. AD 30 നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു കാൽവറിയിൽ കൊലക്കളത്തിൽ യാഗമായി തീരുന്നു. ദൈവജനം വചനം മനസ്സിലാക്കണം. എന്താ കാര്യം? എന്റെ യേശു കാൽവറിയുടെ കൊലക്കളത്തിൽ പരമയാഗമായി തീർന്നു. അതാ പറഞ്ഞ് യേശു ഓശാന പെരുന്നാളിൽ ചെല്ലുമ്പോൾ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു. എന്താ കാര്യം പറഞ്ഞത്? യേശു ദൈവാലയം വിട്ടു പോകുമ്പോൾ ആലയത്തിന്റെ പള്ളി കാണിച്ചു. വായിക്കാം, മത്തായി 24, 1-2. ഒന്ന് വായിച്ചാട്ടോ ജോസഫ്. യേശു ദൈവാലയം വിട്ടു പോകുമ്പോൾ ശിഷ്യന്മാർ അവന് ദൈവാലയത്തിന്റെ പണി കാണിക്കേണ്ടതിന് അവന്റെ അടുക്കൽ വന്നു. അവൻ അവരോട്, ഇതെല്ലാം കാണുന്നില്ലയോ? ഇടിഞ്ഞു പോകാതെ കല്ലിന്മേൽ കല്ല് ഇവിടെ ശേഷിക്കയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. പറഞ്ഞതാ യഹൂദന്റെ ആലയം ഇടിഞ്ഞു പോകുന്നു. ഒന്നാമത്തെ ആലയ സമാഗമന കൂടാരം, രണ്ടാമത്തെ ആലയ സോളമന്റെ ആലയ ശലോമോൻ, 3 കോരശ് എന്ന് പറയുന്ന രാജാവ് സൈറസിനെ കൊണ്ട് പണിഞ്ഞു. അത് ഹെരോദാവ് 46 വർഷം പണിഞ്ഞ ദേവാലയത്തിൽ യേശു ഓശാന പെരുന്നാളിൽ തുടർ പ്രഭാഷണത്തിൽ പറഞ്ഞ പോലെ കഴുതയുടെ പുറത്ത് വാഹനമേറി ആലയത്തിൽ പ്രസംഗിച്ചപ്പോൾ ആലയത്തിന്റെ പണി കാണിക്കുന്നു. ഈ ആലയം എങ്ങനെ തകർന്നു കേൾക്കണം. യെരുശലേം ദൈവാലയത്തിലേക്ക് പോകുന്നിടത്ത് ഗ്രീക്കുകാർക്കുമായിട്ട് ഒരു ദേവാലയം ഉണ്ടായിരുന്നു. ആ വഴിയെ ചൊല്ലി ഒരു തർക്കമുണ്ടായി. അന്ന് ഈ പീലാത്തോസിന് ശേഷം ഒരു കൈസർ വന്നു. അവന്റെ പേരാ AD 30 ശേഷം വന്ന കൈസർ വെസ്പേഷ്യൻ. ആ കൈസറാ നീറോ. ആ നീറോ ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ ആലയത്തിന് ഒരു തർക്കം വന്നു. ആലയത്തിന് തർക്കം വന്നപ്പോൾ ഗ്രീക്കുകാരും യഹൂദന്മാരും ഏറ്റുമുട്ടി. ഏകദേശം 2500 പേർ അന്ന് മരിച്ചു വീണു. ആ മരണത്തിലെ ആലയം തകരുന്നത് ചരിത്രവും ബൈബിളും പഠിച്ചെങ്കിലേ അറിയാവൂ. ഈ തർക്കത്തിന്റെ നടുവിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. പ്രിയപ്പെട്ട ദൈവമക്കള്, എന്താ പ്രവചനത്തിന്റെ നിവർത്തി? 2500 പേർ മരിച്ചു. അങ്ങനെപ്പോൾ നീറോ ചക്രവർത്തി ആത്മഹത്യ ചെയ്തു. നീറോ ചക്രവർത്തി ആത്മഹത്യ ചെയ്തപ്പോൾ അന്ന് യെരുശലേമിന്റെ പ്രൊവിൻസിന്റെ ഗവർണറായിരിക്കുന്ന വെസ്പേഷ്യന് നീറോ ചക്രവർത്തിയെ അന്വേഷിച്ച് റോമിലേക്ക് പോയി. അദ്ദേഹം മടങ്ങി വന്നില്ല. അന്നൊരു ചെറുപ്പക്കാരന്റെ പകരം പറഞ്ഞു വിട്ടു. അവന്റെ പേരാ ടൈറ്റസ്. ആ ടൈറ്റസ് യെരുശലേമിന്റെ നിരോധനത്തിൽ വന്നു. AD 68 യെരുശലേം നിരോധനത്തിന് വന്നപ്പോൾ യഹൂദൻ ഗ്രീക്കുമായിട്ടുള്ള വഴക്ക് കൂടി യെരുശലേം ദൈവാലയത്തിൽ കയറി. ഇറങ്ങി വരാൻ പറഞ്ഞു ടൈറ്റസ്. അവരിറങ്ങി വന്നില്ല. അപ്പോൾ ടൈറ്റസ് പറഞ്ഞു, ആലയം ഇടിച്ചു കള, തീയിട്ടേക്കാൻ പറഞ്ഞു. ആലയത്തിനകത്തിരുന്ന സകല യഹൂദന്മാരെയും കൊന്നു. ആലയം തീയിട്ട് നശിപ്പിച്ചു. ഇന്ന് അവിടെ യഹൂദൻ ആലയമില്ല. വിലാപമതിലും കിഴക്കേ വാതിലും. ആഫ്രിക്കയിൽ നിന്ന്
ആനയെ കൊണ്ടുവന്ന് ആലയത്തിന്റെ മതിലുകള് തീടെയുള്ള കല്ലുകൾ 750 മീറ്റർ വരെയുള്ള കല്ലുകളും തകർത്ത് കളഞ്ഞു. ഇതാ ബൈബിളിന്റെ പ്രവചന. ഇതാ മനസ്സിലാക്കിക്കോ മക്കള്. മത്തായി 24:1-2 യേശു ദൈവാലയം വിട്ടുപോകുമ്പോൾ പറഞ്ഞു, ഇത് കല്ലിന്മേൽ കല്ല് ശേഷിപ്പാതെ ഇടിഞ്ഞു പോകും. AD 30 പറഞ്ഞെങ്കിൽ AD 70 ടൈറ്റസ് എന്ന രാജാവ് ഹല്ലേലൂയ ആലയത്തിന് തീ വെച്ച് ചുട്ടു നശിപ്പിച്ച് അവനെ തകർത്തെങ്കിൽ ഈ വൈകിയ വേളയിൽ പ്രസംഗം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ വചനത്തിന്റെ വള്ളിക്കോ മുള്ളിക്കോ യാതൊരു മാറ്റവുമില്ല. ഇത് വായിക്കുന്നവൻ ഭാഗ്യവാൻ, ഇത് വായിച്ച് കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാൻ, ഇത് പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ. സഭയെ സമയം അടുത്തിരിക്കുന്നു. ആത്മാവ് സഭകളോട് പറയുന്നത്, ഇന്ന് പകൽ ചെവിയുള്ളവൻ കേൾക്കട്ടെ.